നടൻ ദിലീപേട്ടൻ കഴിഞ്ഞ ദിവസം ശബരിമല ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ന് വെള്ളിയാഴ്ച ഞാനൊരു വാർത്ത കണ്ടു. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ വാർത്ത ഒന്ന് കാണിച്ചു തരാം. അത് ഞാൻ വീഡിയോയിൽ പ്ലേസ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഫോണിൽ ഒന്ന് കാണിച്ചു തരാം ഇവിടെ. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് സംശയങ്ങൾ എനിക്ക് നിങ്ങളുടെ മുൻപാകെ ഇവിടുത്തെ കോടതിയോടും ഇവിടുത്തെ നിയമപാലകരോടും ഇവിടുത്തെ എന്താണ് ലോ ആൻഡ് ഓർഡർ ചോദ്യം ചെയ്യല്ല, ഞാൻ ഇവിടുത്തെ നിയമത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരാളും അല്ല. പക്ഷെ എൻ്റെ കുറച്ച് സംശയങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾക്കും ആ സംശയം കേൾക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആ ഒരു സംശയം കേട്ടതിന് ശേഷം ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് ബോക്സിൽ പറയാം. എന്തായാലും ഈ വാർത്ത ഫസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇനി നടൻ ദിലീപ് ശബരിമലയിൽ VIP ദർശനം നടത്തിയതിൽ ഹൈക്കോടതിയുടെ വിമർശനം. വിഷയം ചെറുതായി കാണാനാകില്ല, CCTV ദൃശ്യങ്ങൾ ഹാജരാക്കണം. ഉച്ചയ്ക്ക് 12:30 വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. PS വിമൽ വിവരങ്ങൾ നൽകും. വിമൽ, വിശദാംശങ്ങൾ. അഞ്ജിത, ശബരിമലയിൽ ദർശനത്തിന് പരിഗണനയും ആർക്കും പാടില്ലെന്നാണ് നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പലതവണ ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇത് VIP ദർശനമാണെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായത്. സംഭവത്തെ ചെറുതായി കാണാനാകില്ലെന്നാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി വേണം. എന്താണ് സാഹചര്യമെന്ന് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ സീനിയർ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കില്ല, മറിച്ച് ജൂനിയർ അഭിഭാഷകനാണ് ഹാജരായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എത്രയും വേഗം വിശദീകരണം നൽകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. 12:30 ശേഷം വിഷയം പരിഗണിക്കാമെന്നാണ് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ശബരിമലയിൽ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി വിമൽ. ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഇനിയിപ്പം സമർപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ വാർത്തയിൽ നമ്മൾ തന്നെ കണ്ട ക്ലിപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാ തര ലൈക്ക് ഒരു VIP പ്രോട്ടോകോൾ ഒക്കെ മാനിച്ചുകൊണ്ട് പുള്ളിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ സംശയം വേറൊന്നുമല്ല, ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ദിലീപിന്റെ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. എന്നിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പം ഈ ഒരു വാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുള്ളതാണ്. അതായത് ശബരിമലയിൽ ഇനി ഒരു VIP ആ ഒരു കാറ്റഗറിയിലേക്ക് ആൾക്കാരെ ഒന്നും കണക്കാക്കണ്ട, ആര് വന്നാലും സാധാരണക്കാരെ അയ്യപ്പന് നമ്മൾ എല്ലാവരും ഒരേപോലെയാണ്. എൻ്റെ അറിവ് വെച്ചിട്ടും അങ്ങനെയാണ്, എല്ലാവരെയും. അല്ലാതെ VIP VVIP സാധാരണക്കാർ അങ്ങനൊന്നും അല്ല അയ്യപ്പൻ ജനങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും ഒരേപോലെയാണ്. പക്ഷെ ഈ ഒരു VIP VVIP എന്നൊരു കാറ്റഗറി കൊടുത്ത് ചില ആളുകൾ, പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിൽ, ഇപ്പൊ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ശബരിമലയിലാണെങ്കിൽ പോലും നോർമൽ ഒരു ക്യൂവിൽ അദ്ദേഹം നിന്ന് മല കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ പോലുള്ള ആളുകളാണെങ്കിൽ പോലും ഇദ്ദേഹത്തെ കാണുമ്പോഴത്തേക്ക്, ചിലപ്പോൾ നിങ്ങളെ ഉൾപ്പെടെ ഞാനങ്ങ് പറയുകയാണ്, ചിലപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ സെൽഫി എടുക്കാനും പിടിക്കാനും ഒക്കെ നിൽക്കും. ആ നിൽക്കുന്ന ഭാഗത്ത് തിരക്കാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി മാറും. നമ്മൾ മാന്യമായിട്ട് നമ്മൾ ക്യൂ നിന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. സോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്കൊരു VIP കാറ്റഗറിയിലേക്ക് ഇയാളെ മാറ്റി മാന്യമായിട്ട് കൊണ്ട് തൊഴിയിപ്പിച്ച് അങ്ങ് പറഞ്ഞു വിടുകയാണെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ഏറ്റവും നല്ലത് അത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇത്. അതുപോലെ തന്നെ കോടതി ഇപ്പം ഇടപെട്ടിട്ട് പറഞ്ഞു, ഇനി VIP വേണ്ട, VIP ആ ഒരു കാറ്റഗറിയിൽ ആരെയും കൂട്ടി അവിടെ കൊണ്ട് കാണിക്കേണ്ട, എല്ലാവരും ക്യൂ നിന്ന് കയറട്ടെ എന്ന് പറഞ്ഞു. നാളെ ഒരു മന്ത്രിയോ ഇല്ലെങ്കിൽ നമ്മുടെ മോദിജിയോ ഒക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെയും ഈ ഒരു VIP VVIP കാറ്റഗറിയിൽ ഉൾപ്പെടുത്താതെ ഈ ക്യൂ എല്ലാം പമ്പയിൽ നിന്ന് തന്നെ, ഈ ക്യൂ ഒക്കെ പമ്പയിൽ നിന്ന് തന്നെ ചില സമയത്ത് നല്ല ക്യൂ ഒക്കെ വരാറുണ്ട്. ആ സമയത്തൊക്കെ ആണെങ്കിൽ ഇവർ ഈ പമ്പയിൽ നിന്ന് തന്നെ ക്യൂ നിന്ന് അയ്യപ്പനെ തൊഴാൻ തയ്യാറാകുമോ? എൻ്റെ ഒരു ചോദ്യം അതാണ്. ആ സമയത്തിന് ഈ കോടതിയൊക്കെ മാറി നിന്നിട്ട് അവർ VVIP, അവർ വലിയ ടീം, അവർക്ക് ഈ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവരെ VIP ആയിട്ട് കണക്ക് കൂട്ടി അവരെ അങ്ങ് തൊഴിപ്പിക്ക് എന്നുള്ളൊരു കാര്യം കോടതി പറയുമോ? അല്ല, നിയമം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമേ. ഇപ്പൊ അവര് വരുമ്പോൾ ഉണ്ടാവുന്ന തിരക്ക് ഭയങ്കരമായിരിക്കും. ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടർ വരുമ്പോൾ ചിലപ്പോൾ അത്രയും തിരക്ക് വരില്ല. എങ്കിൽ പോലും ഇപ്പൊ ഇത്രയും വർഷം നമ്മുടെ ജയറാമേട്ടനും ഒക്കെ അവിടെ വരുന്നുണ്ടായിരുന്നല്ലോ, അവരെയൊക്കെ ഈ VIP കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു അവിടെ കയറി തൊഴിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരാണെങ്കിലും നമ്മളെ നിൽക്കുന്ന കണക്ക് തന്നെ ഈ ക്യൂ എല്ലാം നിന്ന് കയറുമ്പോഴത്തേക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാവും. സെൽഫി എടുക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് തിരക്കുകൾ വരും. അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. സോ ഇതുപോലുള്ള ആളുകളെ ഒരു VIP കാറ്റഗറി ഉൾപ്പെടുത്തി അവരെ തൊഴിപ്പിച്ച് പെട്ടെന്ന് അങ്ങ് മാറ്റിയാൽ മതി. നമുക്ക് ഉപദ്രവം ഇല്ലാതിരുന്നാൽ മതി.
മനസ്സിലായില്ലേ? സാധാരണക്കാരന് ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ VIP കാറ്റഗറി ഉൾപ്പെടുത്തി തൊഴിച്ചങ്ങ് മാറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുപോലെ തന്നെ കോടതി ഇപ്പം നേരിട്ട് അങ്ങ് ഇടപെട്ടല്ലോ ഈ ഒരു കേസിൽ. വളരെ നല്ല കാര്യം, തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു നാട്ടില് ഈ റോഡുകളിലൊക്കെ നടുക്ക് തന്നെ കുറെ സമ്മേളനങ്ങൾ, മറ്റേ ടർപ്പാളയൊക്കെ വലിച്ചു കെട്ടി ഇവിടെ കുറെ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ഈ സമ്മേളനങ്ങൾ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ദ്രോഹമേ ഉള്ളൂ നമുക്ക്. നമ്മുടെ ജനജീവിതം, ഇവിടുത്തെ ജനജീവിതം സ്തംഭിക്കും. നമ്മൾ പല പരിപാടികൾക്ക് പോകുമ്പോഴായിരിക്കും റോഡും ബ്ലോക്ക് ചെയ്ത് ഈ സമ്മേളനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹമായിട്ടേ ഭവിക്കാറുള്ളൂ. ഈ കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് കോടതി നേരിട്ടിടപെട്ട് ഈ പരിപാടികൾ നിർത്തിക്കൂടാ? ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ കാര്യങ്ങളിലേക്ക് ഒന്ന് തലയിട്ട് നോക്കിക്കൂടാ? അതൊന്നും എന്താ ചെയ്യാത്തത്? എന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നിർത്ത്. ഇവിടെ ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ കോടതിയിൽ നിന്നും പോലീസുകാരുടെ നിന്നും ഒക്കെ അനുമതി എടുത്തിട്ട് തന്നെയാണ് ഇവിടെ സമ്മേളനങ്ങൾ നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ ആയിരിക്കില്ല. സമ്മേളനത്തിന് ഈ മൈക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അനുമതിയൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. അതിനൊക്കെ അനുമതി കൊടുക്കാലോ. എന്തുകൊണ്ട് ഇവിടുത്തെ ഹൈക്കോടതി ആ സമയത്ത് ഒന്ന് ചിന്തിച്ചുകൂടാ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക്, അതും പ്രത്യേകിച്ച് ഈ പൊതു റോഡിൽ ഓപ്പൺ ആയിട്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് ജനജീവിതം സ്തംഭിക്കുകയാണ്. ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ വേണ്ട എന്ന് പ്രോപ്പറായിട്ട് ഒരു നിയമം എന്താ കൊണ്ടുവരാത്തത്? ഈ കേസിലോട്ടൊക്കെ ഇപ്പൊ ദിലീപിന്റെ ഇതുകൊണ്ട് തന്നെ വന്ന് തലയിട്ടല്ലോ. അതേപോലെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും ഹൈക്കോടതി നേരിട്ട് ഇടപെടണം എന്നുള്ളൊരു എളിയ അഭ്യർത്ഥനയും കൂടെ ഈ പാവപ്പെട്ടവനുണ്ട്. പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ, ക്ഷമിക്ക്. ഒരു ചെറിയ അഭ്യർത്ഥന, ഒന്ന് തലയിട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒന്ന് ഇതേ കണക്ക് ഇപ്പൊ ഈ കാണിച്ച കണക്ക് ഒന്ന് തല വന്ന് ഇട്ട് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ, ഈ ഒരു VIP കാറ്റഗറി അങ്ങനെ കുറച്ചുപേരെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങ് കാണിച്ച് വിടുന്നതാണെന്നേ നല്ലത്. അത് മലയ്ക്ക് പോകുന്നവർക്ക് അത് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഇവര് കാരണം മറ്റേ ഇടിയും ബഹളവുമായി പിന്നെ ഇല്ലാത്ത പണിയാവും. അതിനേക്കാളും നല്ല ഇവര് തൊഴുതങ്ങ് പോട്ടെ. നമുക്ക് സമാധാനമായിട്ട് അയ്യപ്പനെ കണ്ട് തൊഴുതു പോകണം, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത്രയും ക്യൂ നിന്ന് നമുക്ക് പോയി തൊഴാമെങ്കിൽ ഈ ഒരു VIP വന്ന് തൊഴുതു പോകുന്ന 2 മിനിറ്റ് 3 മിനിറ്റ് നമുക്കത് വലിയ കാര്യമൊന്നും അല്ലടേ. വന്ന് പോട്ടെ, അത്രേ ഉള്ളൂ. അയ്യപ്പന് നമ്മളെല്ലാവരും ഒരേപോലെയാ. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ ഇടണമെന്നില്ല, ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും ഇടുന്നത്. എന്താണെങ്കിലും ഈ വീഡിയോ ഞാൻ ഇടും. കാരണം ഇത് കുറച്ച് പേര് കണ്ടാൽ മതി. കാണുന്നവർക്കൊന്ന് മനസ്സിലാവണം ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അത്രേ ഉള്ളൂ.